ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. റെഡ്മിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവരുടെ റെഡ്മി നോട്ട് 10 സീരീസ് ഇന്ത്യയിൽ ഇന്ന് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. 3 ഡിവൈസുകളാണ് റെഡ്മി നോട്ട് 10 സീരീസിൽ വരുന്നത്. ബേസ് റെഡ്മി നോട്ട് 10, അതുപോലെ തന്നെ മിഡിൽ വരുന്ന റെഡ്മി നോട്ട് 10 പ്രോ ആൻഡ് നോട്ട് 10 പ്രോ മാക്സ്. ഇന്ന് നമ്മൾ ടോപ്പ് ഡിവൈസ് ആയ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പെക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ചാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിൽ വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ നോട്ട് 9 പ്രോ മാക്സ് എന്ന ഡിവൈസിൽ നമുക്ക് LCD ഡിസ്പ്ലേ ആയിരുന്നു. ഡെഫിനറ്റ്ലി പുതിയ സീരീസിൽ വരുന്ന സമയത്ത് ഡിസ്പ്ലേ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡാണ് ഷവോമി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓവറാൾ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റോടൊപ്പം 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ 1200 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് HDR10ൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഗോറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ട് അവൈലബിൾ ആണ്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസിൻ്റെ ഓവറാൾ ബോഡി വെയ്റ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാംസ് ആണ്. ഇനി ഇൻറ്റേർണൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന ചിപ്സെറ്റ്. LPDDR4X റാം ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. കഴിഞ്ഞ നോട്ട് 9 പ്രോ മാക്സ് ഡിവൈസ് വെച്ച് നോക്കുന്ന സമയത്ത് പെർഫോമൻസിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അപ്ഗ്രേഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്രീനോ 618 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഷവോമിയുടെ MIUI 12 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസ് 3 വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയൻറ്റ് 6GB റാം ആൻഡ് 64GB സ്റ്റോറേജ് ആണ്. മിഡിൽ വേരിയൻറ്റ് 6GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റ് 8GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് 512GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈമറി സെൻസർ 108 മെഗാ പിക്സലാണ്. സാംസങ്ങിൻ്റെ ഐസോസെൽ HM2 സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം നമുക്ക് 5 മെഗാ പിക്സൽ സൂപ്പർ മാക്രോ ലെൻസും അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസും അതോടൊപ്പം 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 5 മെഗാ പിക്സൽ സൂപ്പർ മാക്രോ ലെൻസിൽ നമുക്ക് 2x സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസിൽ നമുക്ക് 118 ഡിഗ്രി വരെ ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS-ലും അതുപോലെ തന്നെ 1080p വീഡിയോസ് നമുക്ക് 60 FPS-ലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പുതിയ നൈറ്റ് മോഡും അതുപോലെ തന്നെ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചറൊക്കെ ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സിംഗിൾ സെൽഫി ക്യാമറയാണ്. 16 മെഗാ പിക്സലാണ് വരുന്നത്. f2.5 ആണ് പെർസർ. ഡിസ്പ്ലേക്കകത്തൊരു ചെറിയ പഞ്ചോൾ കട്ടിലാണ് നമുക്ക് സെൽഫി ക്യാമറ വരുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നോട്ട് 9 പ്രോ മാക്സ് എന്ന ഡിവൈസിൽ വന്ന പോലെ തന്നെ 5020 mAh ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 0 to 100% ചാർജ് ചെയ്യാൻ ഈ ഒരു ഡിവൈസ് 75 മിനിറ്റാണ് എടുക്കുന്നത്. USB Type-C പോർട്ടാണ് വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഈ ഒരു ഡിവൈസിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഡുവൽ ലെയർ ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസ് 3 കളർ വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. വിൻറ്റേജ് ബ്രോൺസ്, ഗ്ലേഷ്യൽ ബ്ലൂ, അതുപോലെ തന്നെ ഡാർക്ക് നൈറ്റ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഷവോമിയുടെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസിൻ്റെ ഓവറാൾ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബേസ് വേരിയൻ്റായ 6GB റാം ആൻഡ് 64GB സ്റ്റോറേജിന് 18,999 ആണ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ മിഡിൽ വേരിയൻറ്റ് 6GB 120GB സ്റ്റോറേജിന് 19,999 ആണ് പ്രൈസ് വരുന്നത്. ആൻഡ് ടോപ്പ് വേരിയൻ്റായ 8GB റാം ആൻഡ് 120GB സ്റ്റോറേജിന് 21,999 ആണ് ഇന്ത്യയിൽ പ്രൈസ് വരുന്നത്. റെഡ്മി നോട്ട് 10 സീരീസ് ഇന്നാണ് ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. നോട്ട് 10 പ്രോ മാക്സ് എന്ന ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 18 അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.